മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാർച്ച് മാസം 25, 26 തീയതികളിൽ വൈദികർക്ക് വേണ്ടി ഒരു പവർ കോൺഫറൻസ് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ സൂചിപ്പിച്ചായിരുന്നു. 25-ാം തീയതി വൈകുന്നേരം വൈദികർ 4 മണിക്ക് വന്ന് 26-ാം തീയതി 4 മണിക്ക് തിരിച്ചു പോകുന്ന രീതിയിലാണ്. അഭിഷേകാഗ്നി പ്രീസ്റ്റ് കോൺഫറൻസ് എന്നാണ് പേര്. നിങ്ങൾക്ക് പരിചയമുള്ള അച്ഛന്മാരാരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് അറിയിക്കുന്നത് നല്ലതാണ്. മാർച്ച് 25, 20 ഒരു ദിവസത്തെ വൈദികർക്കുള്ള ഒരു കോൺഫറൻസാണ്. വചന ശുശ്രൂഷയും ആരാധനയും പ്രാർത്ഥനകളും എല്ലാം കൂടിച്ചേർന്ന് അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഇപ്പോൾ നോക്കിയേ, അത് നിങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം, മാലിന്യം തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ, എവിടെയാണെങ്കിലും നമ്മുടെ ഇവിടെ മാലിന്യം കൂടുതൽ കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കും നമ്മൾ. അത് ടൗണിലാണെങ്കിൽ ടൗണിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഏറ്റെടുക്കും. നമ്മുടെ ശരീരത്തിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം, ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും. നമുക്കറിയാം, ഇങ്ങനെ അരി പേറ്റിയല്ലല്ലോ, ഇങ്ങനെ നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ ഇങ്ങനെ തെള്ളിയെടുക്കുകയല്ലേ, പണ്ടത്തെ പരിപാടിയാണ്. പണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്താ അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്കറിയാം, അവസാനിച്ച് തരി കിടക്കും. വേറെ ഉദാഹരണം പറയാം, ഈ മണലരിക്കുന്ന സമയത്ത്, അല്ലേ, അപ്പം എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇങ്ങനെ പല കാര്യങ്ങളും കണ്ടും കേട്ടുമൊക്കെ പോകും. പ്രത്യേകിച്ച് മീഡിയ ലോകം ഒരു പ്രത്യേക യോഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അവസാനം എന്നറിയോ, അതിന് നമ്മൾ കണ്ട മാലിന്യങ്ങൾ, നല്ലത് ചില മറന്ന മാലിന്യങ്ങൾ ചിലപ്പോൾ ചിന്തയിൽ തങ്ങി നിൽക്കും. അത് അങ്ങനെ തങ്ങി നിന്ന് വലിയ പാപത്തിലേക്ക് കൊണ്ടുപോയി ചെയ്യാൻ സാധ്യതയുണ്ട്. അത് വലിയ അപകടമാണ്. നമ്മൾ കണ്ടത് സാധനങ്ങൾ പെട്ടെന്ന് പോയല്ല. എന്ത് ചെയ്യണമെന്നറിയാം, എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മുടെ ചിന്ത, ബോധം, ഭാവന എല്ലാം കഴുകി വിശുദ്ധീകരിക്കണം. എൻ്റെ ഈശോയെ, ഇവർ ഓരോരുത്തരും ചിന്ത, ഭാവന, ബുദ്ധി കണ്ടുകൊണ്ട് കണ്ടതെല്ലാം, ചിന്തകളിലൂടെ കടന്നു വന്ന എല്ലാ മാലിന്യങ്ങളും ഈശോയെ അവിടുത്തെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി വെടിപ്പുള്ളവരാക്കി മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.